സന്ദേശങ്ങളിലെ എൻക്രിപ്ഷൻ ഇല്ലാതാക്കി ഉപയോക്താക്കളുടെ സ്വകാര്യതയിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട സാഹചര്യം വന്നാൽ ഇന്ത്യ വിടേണ്ടി വരുമെന്ന് വാട്സപ്പ്. കമ്പനിക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കീർത്തിമാൻ സിംഗാണ് ഇക്കാര്യം ദില്ലി ഹൈക്കോടതിയെ അറിയിച്ചത്. 2021 ഇൻഫർമേഷൻ ടെക്നോളജി നിയമത്തിലെ ഭേദഗതി ചോദ്യം ചെയ്ത് വാട്സപ്പും മാതൃകമ്പനിയായ മെറ്റയും നൽകിയ ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കവെയാണ് അഭിഭാഷകൻ ഇക്കാര്യം അറിയിച്ചത്. ആപ്പ് ഉറപ്പു നൽകുന്ന സ്വകാര്യതയും സന്ദേശങ്ങൾ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റ് ചെയ്തതിനാലുമാണ് കൂടുതൽ പേർ വാട്സപ്പ് ഉപയോഗിക്കുന്നതെന്നാണ് അഭിഭാഷകൻ കൂട്ടിച്ചേർത്തത്. ആപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അധിക സുരക്ഷയ്ക്ക് എന്തിനാണ് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും ലോകത്തൊരിടത്തും ഇത്തരം നിയമങ്ങൾ നിലവിലില്ലെന്നും അഭിഭാഷകൻ വാദിച്ചു. അതേസമയം വ്യാജ സന്ദേശങ്ങൾ തടയുകയും ഇത്തരം സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ കണ്ടെത്തുകയുമാണ് ഭേദഗതിയുടെ ഉദ്ദേശമെന്ന് കേന്ദ്ര സർക്കാരിന്റെ വാദം. കേസ് ഓഗസ്റ്റ് 14 വീണ്ടും പരിഗണിക്കും. അടുത്തിടെയായി നിരവധി ഫീച്ചറുകളാണ് വാട്സപ്പ് പരീക്ഷിക്കുന്നത്. അല്പസമയം മുമ്പ് വരെ ഓൺലൈനിൽ ഉണ്ടായിരുന്ന കോണ്ടാക്റ്റുകൾ കണ്ടെത്താൻ സഹായിക്കുന്ന ഫീച്ചറുകൾ, ഇന്റർനെറ്റ് ഇല്ലാതെ തന്നെ ഡാറ്റ ഷെയർ ചെയ്യാനുള്ള അപ്ഡേഷനൊക്കെ ഇതിൽ ഉൾപ്പെട്ടവയാണ്. ഉപഭോക്താക്കളുടെ ഇടപെടൽ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം ഫീച്ചറുകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. കോണ്ടാക്ട് ലിസ്റ്റിൽ ഇതുവരെ ചാറ്റ് ചെയ്തിട്ടില്ലാത്തവരെ പരിചയപ്പെടുത്തുന്ന ഫീച്ചർ പുതുതായി അവതരിപ്പിക്കുമെന്നും റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിനായി കോണ്ടാക്ട് സജഷൻ ഫീച്ചർ കമ്പനി പരീക്ഷിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നിലവിൽ ഇൻസ്റ്റഗ്രാമിന് സമാനമായി വാട്സപ്പിലും സ്റ്റാറ്റസ് അപ്ഡേറ്റിൽ മറ്റുള്ളവരെ ടാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ എത്തിക്കഴിഞ്ഞു. ഇൻസ്റ്റഗ്രാമിലെ പോലെ തന്നെ മെൻഷൻ ചെയ്യാനാകുമെങ്കിലും സ്റ്റാറ്റസ് വ്യൂവേഴ്സിൽ മെൻഷൻ ചെയ്ത പേരുകൾ കാണിക്കില്ല. ടാഗ് ചെയ്ത വ്യക്തിക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. പക്ഷേ ഇൻസ്റ്റഗ്രാമിലെ പോലെ സ്റ്റോറി മെൻഷൻ ചെയ്യാനാകില്ലെന്ന പ്രത്യേകതയുമുണ്ട്. വാട്സ്ആപ്പ് DP സെക്യൂർ ആക്കിയ ഓപ്ഷനും കമ്പനി അടുത്തിടെ അവതരിപ്പിച്ചിരുന്നു. ഈ ഫീച്ചർ അനുസരിച്ച് DPയുടെ സ്ക്രീൻഷോട്ട് എടുക്കാനാവില്ല. ഉപഭോക്താക്കളുടെ സ്വകാര്യത മുൻനിർത്തിയുള്ളതാണ് ഈ ഫീച്ചറും.